സർക്കാർ ജീവനക്കാരുടെ കൂട്ട സ്ഥലമാറ്റത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സ്ഥലമാറ്റത്തിലെ എല്ലാ ചട്ടങ്ങളും സർക്കാർ അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2000-ഓളം പേരെ സ്ഥലം മാറ്റിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനൊരു ഗതികെട്ട കാലം ഉണ്ടായിട്ടില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ വി ജോയ് പറഞ്ഞു. അതേസമയം ആരോപണം സർക്കാർ തള്ളി. ഒരു വകുപ്പിലും വ്യാപകമായ സ്ഥലം മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സൗകര്യാർത്ഥം സ്ഥലം മാറ്റമാണ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഭരണമാറ്റം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ജീവനക്കാരെ അന്യായമായും ചട്ടവിരുദ്ധമായും സ്ഥലം മാറ്റ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2000-ഓളം ജീവനക്കാരെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രി സ്റ്റാഫിലേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണമല്ല ഇത്. NGO അസോസിയേഷന്റെ സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊടുത്തൊരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ട്രാൻസ്ഫർ ഇറക്കി. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗതികെട്ട കാലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. വേണ്ടപ്പെട്ട ആളുകളെ ഇരുത്തി മന്ത്രിസഭ വരുന്നതിന് മുമ്പ് ഓർഡർ ഉണ്ടാക്കി 6 പേരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എത്ര ഗതികേടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഗതികേടല്ലേ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സംഘടനാ നേതാക്കന്മാർ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കാലഘട്ടമായി UDFന്റെ ഭരണം മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വകുപ്പിലും വ്യാപകമായ സ്ഥലമാറ്റം നടത്തിയിട്ടില്ല. സൗകര്യാർത്ഥം ഏതാനും ട്രാൻസ്ഫറുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ചട്ടവിരുദ്ധവും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമായി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതായും അപ്രകാരം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയോ അത് കാരണം പൊതുജനങ്ങൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. സംതൃപ്തമായ ഒരു സിവിൽ സർവീസിനെയാണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ പൊതുസ്ഥലം മാറ്റങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായ പരാതികൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ KS ചേർന്നു. അപർണ, ഏതായാലും ഇന്ന് സഭയിൽ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിനായുള്ള അടിയന്തര പ്രമേയത്തിനാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. എന്നാൽ അനുമതി നിഷേധിക്കുകയായിരുന്നു ഈ അടിയന്തര പ്രമേയത്തിനായുള്ളത്. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഭരണ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ മാറ്റം നടത്തിയത് എന്നതാണ് സണ്ണി ജോസഫ് അടക്കം പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഭരണമാറ്റത്തിന് ശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ അടിയന്തര പ്രമേയം സഭയിൽ ഉന്നയിച്ചത്. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സഭ നിർത്തിവെച്ചത് ഈ അടിയന്തര പ്രമേയത്തിന് മേൽ ചർച്ച വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സഭ അനുമതി നൽകിയില്ല. വി ജോയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്. സ്ഥലംമാറ്റം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റം വ്യവസ്ഥകൾ പാലിച്ച് മാത്രമാണ് നടത്തിയതെന്നാണ് ഇത്തരത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഇത്തരത്തിൽ മറുപടി നൽകിയത്. VD സതീശൻ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ വൈദ്യുതി മന്ത്രി കൂടിയായ സണ്ണി ജോസഫാണ് മറുപടി നൽകിയത്. സണ്ണി ജോസഫ് പറഞ്ഞത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ യാതൊരുവിധ ക്രമക്കേടും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് ഇത്തരത്തിൽ സ്ഥലംമാറ്റം നടത്തിയത് എന്നാണ് സണ്ണി ജോസഫ് മറുപടി നൽകിയത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ല എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും തരത്തിൽ ജീവനക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ഥലമാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണെന്നാണ് വി ജോയി സഭയിൽ ആരോപിച്ചത്. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുകയായിരുന്നു എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ സ്ഥലം മാറ്റം നടത്തിയത് ഇത്തരത്തിൽ
വേണ്ടപ്പെട്ടവർക്ക് സ്ഥലം മാറ്റം നൽകുന്നതിന് വേണ്ടി അനുസൃതമായിട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമനം നടത്തിയത് എന്നാണ് ഇത്തരത്തിൽ സഭയിൽ ഉന്നയിക്കപ്പെട്ടത്. 33 വകുപ്പുകളിലെ 207 ഉത്തരവുകളാണ് ഇത് സംബന്ധിച്ച് ഇറങ്ങിയത്. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം നൽകുകയും ചെയ്തിരുന്നു. സംഘടനാ നേതാക്കൾ ലെക്ചർ പാഡിൽ എഴുതി കൊടുത്ത സ്ഥലമാറ്റം നടത്തുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ മെയ് മാസം വിരമിക്കൽ കാലമാണെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. അതുകൂടാതെ തന്നെ പല തസ്തികകൾ